മേക്കിംഗ് നമുക്ക് ഹോളിവുഡിലാണെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമ്മുടെ ഈ മലയാളത്തിൽ നിന്ന് അവർ പൈസ മുടക്കി ചെയ്തിട്ടുണ്ട്. പടം ഒരു ആവറേജ്. സ്ക്രിപ്റ്റിൻ്റെ ഒരു വീക്ക് ആയതുകൊണ്ട് ഇവർക്കത് പ്രോപ്പറായിട്ട് ഓഡിയൻസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. തിയേറ്റർ വാച്ച് ആണോ എന്ന് ചോദിച്ചാൽ അവിടെ എനിക്ക് ചെറിയൊരു ഡൗട്ട് പറയേണ്ടി വരും. ട്രെയിലർ കണ്ടിട്ട് വന്ന് കാണേണ്ട സിനിമയല്ല, പടം വന്ന് തിയേറ്ററിൽ കാണാൻ. സൂപ്പർ സിനിമ, കൊള്ളാം. പടം കുഴപ്പമില്ല, ഒരു ആവറേജ് പടം. അതായത് എന്താണ്, ഈ നമ്മൾ പതിവിൽ നിന്നും വ്യത്യസ്തമായ ഒരു അറ്റംപ്റ്റ് ആയിട്ട് തോന്നിയ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം എല്ലാ സിനിമകളിലും എങ്ങനെയാണ്, നായകൻ ഒരു പോസിറ്റീവ് സൈന്, വില്ലൻ ഒരു നെഗറ്റീവ് ടച്ചാണ്. ഇതിലെല്ലാ ക്യാരക്ടേഴ്സിനും ഒരു നെഗറ്റീവ് ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. അതായത് നായകൻ, നായിക, ഉപനായിക, വില്ലൻ എല്ലാവർക്കും ഒരു നെഗറ്റീവ് ടച്ച് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഒരു പടം, അതൊരു ഡിഫറൻറ്റ് അറ്റംപ്റ്റാണ്. കാരണം മലയാള സിനിമയിൽ വളരെ കുറച്ച് പടങ്ങളിലെ അങ്ങനെ എല്ലാ ക്യാരക്ടേഴ്സിനും ഒരു നെഗറ്റീവ് ഷെയ്ഡ് കൊണ്ടുവന്നിട്ടുള്ളൂ. അത് അങ്ങനത്തെ ഒരു അറ്റംപ്റ്റാണ്. പിന്നെന്താണ്, നമ്മളെ ഈ മെഡിസിൻ ഫീൽഡ് ഉണ്ടല്ലോ, മെഡിസിൻ, ആ ഒരു ഫീൽഡിൽ നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരുണ്ട്, മോശമായിട്ട് ഉപയോഗിക്കുന്നവരുണ്ട്. അപ്പോൾ ഈ മെഡിസിൻ ഫീൽഡിലെ ഡീമെറിറ്റും കാര്യങ്ങളൊക്കെ മാറ്റിയിട്ട് മെഡിസിൻ ആ ഒരു ഫീൽഡ് നല്ല രീതിയിൽ ഉപയോഗിക്കണം. അതായത് ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ്, അല്ല തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കരുത് എന്ന് പറയുന്ന മെസ്സേജ് ഉള്ള ഒരു പടമാണ്. പടം ഒരു ആവറേജ്. മേക്കിംഗ് നമുക്ക് ഹോളിവുഡിലാണെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും നമ്മുടെ ഈ മലയാളത്തിൽ നിന്ന് അവർ പൈസ മുടക്കി ചെയ്തിട്ടുണ്ട്. കാരണം നമ്മുടെ ഇവിടുത്തെ ഒരു ചെറിയ ഇൻഡസ്ട്രി അല്ലേ. ഇവിടുത്തെ ഇൻഡസ്ട്രികളിൽ സാധാരണ വരുന്ന പടങ്ങളെ വെച്ച് നോക്കുകയാണെങ്കിൽ അവർ പൈസ മുടക്കി ചെയ്തിട്ടുണ്ട്. ഫുൾ അമേരിക്കയാണ് ഷൂട്ട് ചെയ്തേക്കുന്നത്, എല്ലാ സീക്വൻസും അവിടെയാണ്. ഇവിടുത്തെ കുറച്ച് പോർഷൻസ് ഒക്കെ ഉള്ളൂ. ഓവറോൾ കുഴപ്പമില്ല, ഒരു ആവറേജ് മൂവി. ഇതിനകത്ത് ആക്ച്വലി ഏറ്റവും രണ്ടുപേരും ഈക്വൽ സ്കോർ ഉണ്ട്. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട നായികമാരാണ്, കാരണം അവർ ആദ്യമായിട്ട് അഭിനയിക്കുവാണെന്ന് തോന്നുന്നു. കാരണം പക്ഷേ അങ്ങനെ ആദ്യമായിട്ട് അഭിനയിക്കുകയാണെന്ന് തോന്നുന്ന ഒരു ഫീലൊന്നുമില്ല. ഒരു എക്സ്പീരിയൻസ് ആക്ടേഴ്സിനെ പോലെ ഉണ്ട്. പിന്നെ ഒരു പുതിയ നടനുമുണ്ട്, പുള്ളിയും കുഴപ്പമില്ല. ആക്ച്വലി ചെക്ക്മേറ്റ് എന്ന മൂവി ചെസ് എന്നൊരു കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ട് മെഡിക്കൽ ഫീൽഡിൽ നടക്കുന്ന കറപ്ഷനും, അപ്പം അവിടെ നിയമത്തിന് ഇതിനെതിരെ എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനത്തെ ഒരു നല്ലൊരു മെസ്സേജ് തരുന്ന ഒരു ഫിലിമാണ്. പക്ഷേ അതിൻ്റെ ഒരു കണ്ടന്റ് എന്ന നിലയിൽ നല്ല രീതിയിൽ അത് എക്സ്പ്രസീവ് ആകുന്നുണ്ടെങ്കിലും പടത്തിൻ്റെ ഒരു മേക്കിങ്ങിൽ വന്നപ്പോൾ അവിടെ അത് കണക്റ്റ് ആവാൻ സാധിച്ചില്ല. പിന്നെ ഇതിനകത്ത് കുറച്ച് സാഹിത്യം നല്ല രീതിയിൽ ഈ സിനിമയുടെ ത്രൂ ഔട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് വന്നപ്പോൾ എന്ന് വെച്ചാൽ ഈ ആർട്ടിസ്റ്റിന് ഈ ഒരു സ്ക്രിപ്റ്റിൻ്റെ ഒരു വീക്ക് ആയതുകൊണ്ട് ഇവർക്കത് പ്രോപ്പറായിട്ട് ഓഡിയൻസിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയില്ല. അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ ആർട്ടിസ്റ്റുകളുടെ പെർഫോമൻസിനെ അത് അഫക്റ്റ് ചെയ്തിട്ടുണ്ടെന്ന് തന്നെ പറയാം. പിന്നെ ഇതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 1-2 പാട്ടുകൾ നന്നായിട്ടുണ്ട്. ചിത്ര ചേച്ചിയൊക്കെ പാടിയ പാട്ട് അത് കേൾക്കുമ്പോൾ നല്ലൊരു നമുക്ക് ആ കോൺസെപ്റ്റ് പറയുന്നുണ്ട്, മദർഹുഡിനെ ബേസ് ചെയ്ത് പറയുന്നത്. അപ്പോൾ അത് നന്നായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ സിനിമാറ്റോഗ്രാഫിങ് അത്യാവശ്യം നന്നായിട്ടുണ്ട്. എഡിറ്റിങ് വലിയ കുഴപ്പമില്ല. പക്ഷേ ഇതൊരു തിയേറ്റർ വാച്ച് ആണോ എന്ന് ചോദിച്ചാൽ അവിടെ എനിക്ക് ചെറിയൊരു ഡൗട്ട് പറയേണ്ടി വരും. പക്ഷേ ഒരു ഓവറോൾ ഉദ്ദേശിച്ച് ചെസ് എന്ന കോൺസെപ്റ്റിനെ ബേസ് ചെയ്തിട്ടുള്ള ഈ കറപ്ഷനെതിരെ പോരാടുന്ന ആളുകളുടെ ലൈഫിനെ പറയുമ്പോൾ അത് കണ്ടന്റ് വൈസ് ഓക്കെയാണ്. പക്ഷേ എക്സിക്യൂഷൻ വൈസ് അത്ര ഉണ്ട് അതൊരു എഫക്റ്റീവായിട്ട് വന്നില്ലെന്നാണ് സിനിമയെക്കുറിച്ച് പറയാനുള്ളത്. എടുത്ത് പറയാനായിട്ട് ഒരാളെ ബുദ്ധിമുട്ടാണ്. ബട്ട് അനൂപ് മേനോൻ ചേട്ടൻ അദ്ദേഹം നല്ലൊരു റൈറ്ററും കൂടെയാണ്, നമുക്കറിയാം. അപ്പം അദ്ദേഹത്തിൻ്റെ പല സിനിമകൾ നമുക്ക് കണ്ടിട്ടുണ്ട്. ബട്ട് അദ്ദേഹം ഒരു ആക്ടർ എന്നതിൽ അദ്ദേഹത്തെ അത്ര കണ്ട് എക്സ്പ്ലോർ ചെയ്യാൻ, പക്ഷേ പൊട്ടൻഷ്യലി എക്സ്പ്ലോർ ചെയ്യാൻ ഈ ഫിലിമയ്ക്ക് സാധിച്ചില്ല എന്ന് തന്നെ പറയാം. ലാൽ സാറിൻ്റെ പോർഷൻ അദ്ദേഹം നീറ്റായിട്ട് ചെയ്തിട്ടുണ്ട്, നന്നായിട്ടുണ്ട്. ബാക്കി ഇതിനകത്തുള്ള ആർട്ടിസ്റ്റുകളെല്ലാവരും അവരുടെ ഭാഗം എല്ലാവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട് ബ്രോ. പക്ഷേ ഇങ്ങനെ സ്ക്രിപ്റ്റിൻ്റെ ഒരു വീക്ക്നെസ് ഈ സിനിമ നമുക്ക് കാണുമ്പോൾ ത്രൂ ഔട്ട് മനസ്സിലാവും. അപ്പോൾ സ്ക്രിപ്റ്റ് മോശമായിട്ടും ആർട്ടിസ്റ്റിൻ്റെ പെർഫോമൻസിനും അത് സ്വാഭാവികമായിട്ട് അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതാണ് ഇതൊരു ത്രില്ലർ ജോണറിൽ വരുന്ന ഒരു കണ്ടന്റ് തന്നെയാണ്. ബട്ട് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവരെ മെഡിക്കൽ ഫീൽഡിലുള്ള കറപ്ഷനും അതിനെതിരെയുള്ളത് ആളുകളുടെ ലൈഫിനെ ചെസ്സുമായിട്ട് കമ്പയർ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഈ സിനിമ സംസാരിച്ചു പോകുന്നത്. പക്ഷേ ആ മെസ്സേജ് ഇവർക്ക് ഒരു പ്രോപ്പറായിട്ട് എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അത് 1-2 ക്യാരക്ടേഴ്സ് ഉണ്ട്, അവർ ഈ മെസ്സേജ് ഡെലിവർ ചെയ്യാൻ 100% ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അതാണ് ഇതിൽ ചെറിയൊരു റിലീഫ് എന്ന് പറയാനായിട്ടുള്ളത് ഈ പടത്തിൽ.